ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ബ്രായും പിന്നെ ലെഗിൻസും അതുപോലെ തന്നെ ടമ്മി ടക്കർ പാൻറ്റീസും ടീനേജേഴ്സിൽ വരുന്ന പിള്ളേർക്ക് പറ്റുന്ന ബ്രാ അങ്ങനെ കുറച്ച് കളക്ഷൻസൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ബെൽ ബട്ടണും ഓൾ തന്നെ പ്രസ് ചെയ്യുക. നമ്മൾ പല പല കാറ്റഗറീസ് ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. അപ്പോഴാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ ലൈക്ക് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് സജഷൻസ് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കളക്ഷൻസിലേക്ക് കടക്കുകയാണ്. ഞാൻ ഷോപ്പ് തുടങ്ങിയപ്പോൾ കുറേ ബ്രായും പാൻറ്റീസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചേശ്ശെ ആയിട്ട് ഇതിലേക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓർഡർ എടുക്കുക. ഇനി അല്ല അതിൻ്റെ വേറെ ഏതെങ്കിലും സൈസ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് എടുക്കാനുള്ളൊരു ടൈം വേണം. നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ആണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. മറ്റേ കുർത്തികളെ പോലെയല്ല, നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ കളക്ഷൻസ് ഒറ്റയടിക്ക് നിങ്ങൾക്ക് റിപ്ലൈ തരാനുള്ളൊരു ഇതായിട്ടില്ല. കാരണം പലതും പല മോഡലാണ്. ചിലത് ബാഡഡാണ്, ചിലത് റൗണ്ട് സ്റ്റിച്ചാണ്, ചിലത് കോട്ടൺ ആണ്, ചിലത് ബനിയൻ ടൈപ്പാണ്. അപ്പം എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇടുന്ന കളക്ഷൻസിൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. ഇനി അല്ല ചോദിക്കരുത് എന്നല്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്നത് ടമ്മി ടക്കറാണ്. അത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 85-ലും 90-ലും വരുന്നതാണ്. പിന്നെ ഞാനൊക്കെ പാൻറ്റീസിലൊക്കെ ഒരു 85-90 ആണെങ്കിലും നമുക്കൊക്കെ വയറുള്ളതുകൊണ്ട് നമ്മൾക്കെന്ന് ഞാൻ പറയില്ല, എനിക്ക് അത്യാവശ്യം ഡെലിവറി ഒക്കെ കഴിഞ്ഞപ്പോൾ വയറുള്ളതാണ്. അപ്പോൾ നമുക്ക് ടമ്മി ടക്കർ ഇടുമ്പോൾ നമുക്കൊരു പരിധി വരെ നമുക്ക് ആ വയറിനൊന്ന് ഒതുക്കി ഇരുത്താൻ പറ്റും. അപ്പം അങ്ങനത്തെ കളക്ഷൻസാണ് നമ്മളിപ്പോൾ 85-90 മാത്രമാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി പുതിയതായിട്ട് കളക്ഷൻസ് കൊണ്ടുവരും കേട്ടോ. ഓക്കെ, ആദ്യം കാണിക്കാം. ടമ്മി ടക്കർ എന്ന് പറഞ്ഞാൽ അറിയും എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ കണ്ടോ, ഭയങ്കര ഇതാണ്, ടൈറ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത്ര വീതിക്കാണ് ഇലാസ്റ്റിക് വരുന്നത്. പിന്നെ താഴത്തേക്ക് പാൻറ്റി ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു സൈസിൽ തന്നെ കളേഴ്സ് വ്യത്യാസമുണ്ട്. അത് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോന്ന് കാണിക്കും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 85-ൻ്റെ ആണ്, പാൻറ്റി ടൈപ്പിൽ വരുന്നതാണ്. ഇത് നമുക്ക് കയറ്റിയിട്ട് കഴിഞ്ഞാൽ വയറിൻ്റെ അടിവയറൊക്കെ ചാടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്കത് ഒരു പരിധി വരെ ഷേപ്പ് ചെയ്യാൻ പറ്റും എന്നാണ്. ഞാനിത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് യൂസ് ചെയ്തതാണ്. അത് എനിക്ക് അങ്ങനെ ഇച്ചിരി നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഷോപ്പ് തുടങ്ങിയപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ്, പാൻറ്റിയുടെ പ്രൈസ് 325 ആണ്. നമുക്കിങ്ങനെ ഒരു പാക്കിൽ 2 കളേഴ്സായിട്ടാണ് വരുന്നത്. ഇനിയെല്ലാം നിങ്ങൾക്ക് സിംഗിളായിട്ട് മതിയെങ്കിൽ നമ്മൾ സിംഗിളായിട്ടും തരും കേട്ടോ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഒന്നും ഉണ്ടാവില്ല എന്നല്ല, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കവറിലാക്കിയിട്ടായിരിക്കും തരിക. അപ്പോൾ ഇത് ഫസ്റ്റ് കളർ വരുന്നത് ന്യൂഡ് എന്ന് പറയും, നമ്മൾ സ്കിൻ ടോണിൽ വരുന്ന കളറാണ്. സെക്കൻഡ് വരുന്നത് ഇത് ഞാൻ നോക്കട്ടെ, കളർ 85 തന്നെയാണ്. ഒരു ഗ്രീൻ ഷെയ്ഡ് വരും. ഇപ്പോൾ ഇതിൽ ഷെയ്ഡിൽ വലിയ ഇതൊന്നുമില്ല, പക്ഷേ ചിലർക്ക് ഡാർക്ക് കളേഴ്സാണ് ഇഷ്ടം, ചിലർക്ക് ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് ഗ്രേ കളറ്, ഡാർക്ക് ഗ്രേ, പിന്നെ ഒരു ഡസ്റ്റി ഓറഞ്ചൊക്കെ പോലത്തെ ഒരു കളറ്, പിന്നെ ഒരു മെഹന്തി ഗ്രീൻ്റെ ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറ്, പിന്നെ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പം ഇത്രയും കളേഴ്സ് 85-ൽ ടമ്മി ടക്കറിൽ വിത്ത് പാൻറ്റി ടൈപ്പാണ് വരുന്നത്. അത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് 329 ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ തന്നെ 90 സൈസിലെ കളേഴ്സ് ഞാൻ കാണിക്കാം. അതൊരു പർപ്പിൾ ഷെയ്ഡ്, വൈൻ പോലത്തെ ഒരു കളറ്, പിന്നെ ഒരു ഗ്രീൻ ടോണിൽ വരും. പിന്നെ വന്നിട്ട് നേരത്തെ കാണിച്ച പോലത്തെ ഒരു ന്യൂഡ് സ്കിൻ ടോണിൽ വരുന്ന ഒരു കളറ്. ഇത് 90 സൈസ് വരുന്നത്. ഇത് വരുന്നത് മെറൂണാണ്. പിന്നെ ഒരു കോഫി ഷെയ്ഡ് വരും, കോഫി. പിന്നെ വരുന്നത് ബ്ലൂ ആണ് കേട്ടോ, ബ്ലൂ. അപ്പം ഇത്രയും കളേഴ്സ് 90-ൽ വരും. ഇത് പാൻറ്റി ടൈപ്പാണ്, 329 ആണ്. ഇതിൻ്റെ ഷോർട്ട്സ് ഉണ്ട്, അത് നോക്കാം.
അടുത്തത് വരുന്നത് ഷോർട്ട്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. നേരത്തെ കാണിച്ചത് പാൻറ്റി, നോർമൽ പാൻറ്റിയുടെ പോലെയാണ് താഴ്ഭാഗം. ഇത് നമുക്ക് ഷോർട്ട്സ് ആയിട്ട് പോലെ യൂസ് ചെയ്യാം. ടമ്മി ടക്കർ തന്നെ, ടമ്മി ടക്കറിൽ തന്നെ ഷോർട്ട്സും ഉണ്ട് പാൻറ്റിയും ഉണ്ട്. രണ്ടും 85ഉം 90ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് വലിയ സൈസിൻ്റെ ടമ്മി ടക്കർ അവൈലബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മളത് വീണ്ടും ആ കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് കാണിക്കുക. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് സൈസ് വന്നിട്ട് 90ആണ് കേട്ടോ. 90ൻ്റെ സൈസാണ്. ഇതൊരു കോഫി പോലത്തെ ഷെയ്ഡാണ്. ഓരോന്നിനും ഷെയ്ഡ് ഇങ്ങനെ കാണിക്കാം. പിന്നെ ഒരു ഡസ്റ്റി ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡ്, ഒരു പർപ്പിൾ ഷെയ്ഡ്, പിന്നെ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഒരു ഗ്രേ പോലത്തെ ഷെയ്ഡ്, ഡാർക്ക് ഗ്രേ, പിന്നെ സ്കിൻ ടോൺ. ഇത്രയും കളേഴ്സ് നമുക്ക് 90ൽ ഷോർട്ട്സിൽ ടമ്മി ടക്കർ അവൈലബിൾ ആണ്. ഇനി 85ൽ വരുന്നതും ഓൾമോസ്റ്റ് ഈ സെയിം കളറൊക്കെ തന്നെയാണ്. ഒരു പർപ്പിൾ ഷെയ്ഡ്, പിന്നെ വരുന്നത് ഈ ഒരു ടീൽ ഗ്രീൻ എന്ന് പറയുന്ന പോലത്തെ ഒരു കളറ്, പിന്നെ ഒരു ഡസ്റ്റി ഓറഞ്ച് പോലത്തെ ഒരു കളറ്, പിന്നെ വരുന്നത് ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളറ്, പിന്നെ ഒരു ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡ്. ഓക്കെ, ഇതും ഓൾമോസ്റ്റ് നേരത്തെ കാണിച്ച അതിനേക്കാൾ ഇച്ചിരി കൂടിയും ഡാർക്കായിട്ടുള്ളൊരു കളർ, ഡസ്റ്റ് ഓറഞ്ചൊക്കെ പോലെ തന്നെ കളറാണ് വരുന്നത്. കളറിലൊന്നും വലിയ ഇതില്ല, എന്നാലും പിന്നെ ഉള്ള കളേഴ്സ് കാണിക്കണമല്ലോ. നിങ്ങൾ ചോദിച്ചതൽ നമ്മുടെ കയ്യിൽ ഉള്ള കളേഴ്സല്ലേ നമുക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് കാണിക്കണമെന്നുള്ളൂ. ഷോർട്ട്സിൻ്റെ പ്രൈസ് വരുന്നത് 359 രൂപയാണ്. ഇതും 2 എണ്ണം വരുന്ന പാക്കറ്റാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഒരെണ്ണമാണെങ്കിലും നമുക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ടമ്മി ടക്കറിൻ്റെ കാണിച്ചു കഴിഞ്ഞു. ഇനി കാണിക്കുന്നത് ബ്രായാണ്. ഇനി കാണിക്കുന്ന ബ്രാ കോട്ടണിൽ വരുന്ന ബ്ലോസം ബ്രാൻഡിൻ്റെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ച ഒരു ബ്രാ, റൗണ്ട് സ്റ്റിച്ച് പോലത്തെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ടൈപ്പ് എന്ന് എനിക്ക് തോന്നിയതാണ്. കാരണം നമുക്ക് വന്ന എൻക്വയറി അനുസരിച്ച് ഇപ്പോൾ ഇത് റൗണ്ട് സ്റ്റിച്ചാണ്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. റൗണ്ട് സ്റ്റിച്ചിൽ വരുന്ന ബ്രായാണ്. ഇവിടെ നല്ല വീതിയിലാണ് ബാൻഡ് പോയിട്ടുള്ളത്. പുറകോട്ട് ഇത് എങ്ങനെ വരും, 2 ഹുക്കാണ് വരുന്നത്. സ്ട്രാപ്പിനും അത്യാവശ്യം വീതിയുള്ള ടൈപ്പാണ്. ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന വീതി ഇതിനുണ്ട്. അപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടും നമുക്ക്. എന്നാ സാധാരണ നമ്മുടെ പക്ക കോട്ടണിൽ വരുന്ന പാൻറ്റിയല്ല, ബ്രായാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 375 ആണ്, 375 രൂപയാണ്. നല്ല ക്ലോത്താണ്, നല്ല കോട്ടൻ്റെ ക്ലോത്താണ്. നമുക്ക് എയർ സർക്കുലേഷനൊക്കെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇതിൻ്റെ കപ്പിൻ്റെ അകത്ത് നമുക്കൊരു ഇച്ചിരി കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോർമലിനെ വിട്ടിട്ട് അകത്ത് കപ്പിൻ്റെ അവിടെ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു കുത്തിക്കൊള്ളലോ ഇറിറ്റേഷനോ ഒന്നും തോന്നില്ല. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. ഇത് ബി കപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ പേര് ഒതൻറ്റിക് ബ്രാ എന്നാണ്. 375 വരുന്നത്. ഇത് സൈസ് ചാർട്ട് വരുന്നത് 34, 36, 38, 40, 42 സൈസ് വരെ ഇത് അവൈലബിൾ ആണ്. എല്ലാതും ബി കപ്പിലാണ് വരുന്നത്. റൗണ്ട് സ്റ്റിച്ചിൽ വരുന്ന കോട്ടൻ്റെ ബ്രായാണ്. കളേഴ്സ് വന്നിട്ട് ഞാൻ കാണിക്കാം. എല്ലാത്തിനും സെയിം കളേഴ്സാണ് വരുന്നത് കേട്ടോ. എല്ലാ സൈസിനും 34, 36, 38, 40, 42 ഈ സെയിം സൈസ് തന്നെയാണ്, കളേഴ്സ് തന്നെയാണ് വരുന്നത്. നേവി ബ്ലൂ, പിന്നെ ഒരു പീച്ച് ഷെയ്ഡ്, പിന്നെ വന്നിട്ടൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഒരു മോവ് ഷെയ്ഡ്. നല്ല സ്ട്രാപ്പൊക്കെയാണ് വരുന്നത്. അടുത്തത് വന്നിട്ട് ഒരു ആഷ് കളർ. ഇത്രയും 5 കളേഴ്സാണ് വരുന്നത് കേട്ടോ. ആഷ്, പീച്ച്, മെറൂണ്, മോവ് ഷെയ്ഡ്, പിന്നെ ഒരു ആഷ് കളറും. ഇത്രയും കളേഴ്സിലാണ് വരുന്നത്. 375 42B വരെ നമുക്ക് ഒരേ പ്രൈസാണ് വരുന്നത് കേട്ടോ. 375 രൂപയാണ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ബ്രാൻഡിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അടുത്തത് കാണിക്കുന്നത് ടീനേഴ്സ് ബ്രാ എന്ന് പറയും. ഇതിൻ്റെ പേര് അങ്ങനെയാണ്. നമ്മുടെ
അനിയത്തി കുട്ടികളൊക്കെ ബ്രാ ഇടാനൊരു ഏജിലേക്ക് കടക്കുമ്പോൾ നോർമൽ നമ്മുടെ വലിയ ആൾക്കാരിടുന്ന ബ്രാലും വിട്ടിട്ട് അവർ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാർക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ബ്രായാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അതും 2 ലെയറിൽ ഇത് പോയിട്ടുണ്ട്. നല്ല കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിള്ളേർക്ക് ഇടാൻ പാകത്തിന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേജാണല്ലോ കുഞ്ഞു പിള്ളേരാകുമ്പോൾ. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് കപ്പ് മതി. എന്നാൽ നമുക്ക് ബ്രാ ഇടണം വേണം എന്നുള്ളൊരു ആൾക്കാർക്ക് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ബ്രായാണ് ടീനേഴ്സ് ബ്രാ എന്ന് പറയും. ഇതിൻ്റെ ഹുക്കല്ല ഈ വള്ളി നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പോൾ അവരിടുന്ന ഫ്രോക്കുകൾക്ക് ഇവിടെ കാണണ്ടെന്നുള്ള രീതിക്കാണെങ്കിൽ ഇതിൻ്റെ ഹുക്ക് നമുക്ക് ഊരി മാറ്റാൻ പറ്റും കേട്ടോ. 2 സൈഡിൽ നിന്ന് ഊരി മാറ്റിയിട്ട് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ വള്ളി മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ മേടിച്ചിട്ടാൽ അവർക്ക് ഇങ്ങനെ ഫ്രോക്കുകളുടെയോ നെറ്റൊക്കെ വരുന്ന ടൈപ്പോ എല്ലൊക്കെ വരുന്നതിനൊക്കെ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇത് സൈസ് സ്റ്റാർട്ട് വരുന്നത് 30, 32, 34, 36 സൈസസിലാണ്. അപ്പോൾ കുറച്ച് പിള്ളേർ വണ്ണുണ്ടെങ്കിൽ നമുക്ക് 36 സൈസൊക്കെ എടുക്കാം. ടീനേജേഴ്സിന് വരുന്ന ബ്രായാണ്. ഇനിയല്ല ഇതിപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. രാത്രിയൊക്കെ ശരിക്കും ബ്രാ ഫ്രീ എന്നാണ് പറയുന്നതെങ്കിലും എല്ലാവരും നമ്മൾ അങ്ങനെ ചിലപ്പോൾ നമുക്കതിങ്ങനെ യൂസ്ഡ് ആയിട്ട് പിന്നെ അത് പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ട്. പക്ഷെ എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പറയാലോ ബ്രസ്റ്റ് ക്യാൻസറും അതും ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ചിലർ പറയും ഡാർക്ക് കളേഴ്സ് ഇടരുത്. അങ്ങനെയൊക്കെ ഓരോരോ രീതികളും അങ്ങനെയൊക്കെ പറച്ചിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യുമ്പോൾ നമുക്കും വലിയ ആൾക്കാർക്കും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടിയും നമുക്ക് ഉറങ്ങുന്ന സമയത്ത് കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്ന ബ്രായാണ്. അപ്പോൾ 36, 34, 32, 30 ഇത്രയും സൈസസാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം. ആദ്യം വരുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നേവി ബ്ലൂ ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ലാവണ്ടർ പോലത്തെ ഒരു ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഒരു സ്കിൻ ടോണിൽ വരുന്ന ന്യൂഡ് കളർ എന്ന് പറയും, അതാണ് വരുന്നത്. അടുത്തത് വരുന്നത് നേരത്തെ കാണിച്ച ലാവണ്ടറിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ഒരു പിങ്കിലേക്ക് കയറി വരുന്ന ഒരു ടോൺ. പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ്. ഇത്രയും കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് എന്നോട് എപ്പോഴും പറയാറുണ്ട് ലിഗി ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരമാണ്. കാരണം അവർക്ക് പുറത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം മക്കൾക്ക് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഷോപ്പിൽ പോയി മേടിക്കാനുള്ള ടൈം കിട്ടാറില്ല. അപ്പം നമുക്ക് കിഡ്സിൻ്റെ കളക്ഷൻ കൊണ്ടുവരുമ്പോഴും ഇതേ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ഇത് ടീനേജേഴ്സുകാർക്ക് മക്കളുള്ളവർക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഇതെല്ലാം നമ്മൾ ബ്രാൻഡിൽ മാത്രമേ കൊണ്ടുവരുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ചിലർക്ക് ഇറിറ്റേഷനും ആദ്യമൊക്കെ ആയിട്ട് ഇടുമ്പോൾ ഇറിറ്റേഷൻ അങ്ങനത്തെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ബ്രാൻഡിൽ വരുന്ന ഐറ്റംസാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇന്നർ വെയർസിന് ഒന്നും ബ്രാക്കോ പാൻറ്റീസിനോ ഒന്നും നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് മേടിക്കാം കേട്ടോ. അടുത്തത് നമ്മൾ ലെഗിൻസാണ് കാണിക്കുന്നത്. അടുത്ത വന്നിട്ട് ലെഗിൻസാണ് കാണിക്കുന്നത് കേട്ടോ. ലെഗിൻസ് എന്ന് പറഞ്ഞാൽ കാപ്രി ലെഗിൻസാണ്. ഞാൻ സാമ്പിളിന് ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുള്ളത് കാപ്രിയാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മൾക്ക് ആംഗിളിനേക്കാളും കുറച്ചും കൂടി മേലേക്ക്. ശരിക്കും എനിക്ക് ലെങ്ത്ത്, അതായത് മൊത്തത്തിലുള്ള ലെങ്ത്ത് കുറവായതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇച്ചിരി കൂടിയൊക്കെ കയറി നിൽക്കാം. ഇപ്പം നമുക്കൊരു ഫ്രോക്കിനൊക്കെ ഇടുന്ന ടൈപ്പിൽ ഫ്രോക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇന്നറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാവരും ഈ ഒരു ടൈപ്പിലാണ്. ഇപ്പോൾ ഫ്രോക്കൊക്കെ സിമ്പിളായിട്ട് അടിയിൽ നമുക്ക് പാൻറ് ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു, പക്ഷെ അവരൊക്കെ ഇതിൻ്റെ അടിയിൽ ഇന്നർ ഇങ്ങനത്തെ കാപ്രി ലെഗിൻസൊക്കെയാണ്. ചിലർ നീ ലെങ്ത്ത് മുട്ടിൻ്റെ അവിടെ വരെ വരുന്ന ഇടും, അങ്ങനെയൊക്കെയാണ്. കാപ്രി ഇട്ടാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ലെങ്ത്ത് ഉള്ളവർക്കും ഇടാം. ഇനി എല്ലാം ഇച്ചിരി കുർത്തിയേക്കാളും കുറച്ചും കൂടി ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്ന് മേലോട്ട് വലിച്ചാൽ നമ്മുടെ പാകത്തിന് വെക്കാം, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ച് ട്രെൻഡി ആയിട്ട് നടക്കാനോ അല്ലെങ്കിൽ നമുക്കും അങ്ങനെ വേണം തോന്നുന്നുള്ളവർ ഉറപ്പായും മേടിക്കുക. ലെഗിൻസ് തന്നെയാണ്. ഇതിൻ്റെ ലെങ്ത്തിൽ മാത്രമാണ് വരുന്നത്. ഇപ്പോൾ ആദ്യം നമുക്ക് ചുരുക്ക് ലെഗിൻസ് ആയിരുന്നു, പിന്നെ ആംഗിളായി, പിന്നെ 3/4 കാപ്രി, നീ ലെങ്ത്ത്, അങ്ങനെ കുറഞ്ഞ് ഷോർട്ട്സൊക്കെ വരും. അപ്പോൾ ഓരോ ട്രെൻഡിനും കാലത്തിനനുസരിച്ച് നമ്മളും മാറുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് കിഡ്സിൻ്റെയിലും അവൈലബിൾ ആണ് കേട്ടോ. കിഡ്സിൻ്റെയിലും 3 കളേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആക്കാൻ നോക്കാം. കൂടുതലും കിഡ്സിൻ്റെയിൽ വരുന്നത് ബ്ലാക്ക്, അതുപോലെ തന്നെ ഈ ഒരു സ്കിൻ ടോണിൽ വരുന്ന ഈ കളറ്, അതുപോലെ തന്നെ ഒരു വൈറ്റ്, പേൾ വൈറ്റ് ആണ്. എക്സാക്റ്റ് ഉജാല മുക്കുന്ന പോലത്തെ ഒരു വൈറ്റ് അല്ല, ഒരു പേൾ വൈറ്റ് എന്ന് പറയും.
ഒരു ഇച്ചിരി ഒരു വൈറ്റിന് ഇത്തിരി ഓഫ് വൈറ്റും അല്ല വൈറ്റും അല്ലാത്തൊരു കോമ്പിനേഷനിൽ വരുന്ന കളർ കേട്ടോ. അപ്പോൾ ഇതിന് ലെങ്ത്ത് വരുന്നത് പിള്ളേരുടെ സൈസ് വരുന്നത് 28 മുതലാണ്. 28, 30, 32, 34, 36 കിഡ്സിൻ്റെ സൈസാണ് പറയുന്നത് കേട്ടോ. 28, 30, 32, 34, 36 വരുന്നത്. ഇപ്പോൾ കിഡ്സിൻ്റെ കളക്ഷനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ഇതൊക്കെ നിങ്ങൾ എക്സാക്റ്റ് എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് സെപ്പറേറ്റ് അതിൻ്റെ മാത്രം എന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് വരുമ്പോൾ 22.5, 23.5, 24 അങ്ങനെ ഇച്ചിരി നമ്മുടെ ഈ വേസ്റ്റിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ച് ഇച്ചിരി ലെങ്ത്ത് കൂടും. 36 വരുമ്പോൾ നമുക്കൊരു 27.5 റേഞ്ചിലേക്കൊക്കെയാണ് ലെങ്ത്ത് വരിക കേട്ടോ. കിഡ്സിൻ്റെ ഇതാണ് കളർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 399 ആണ് കേട്ടോ. കിഡ്സിൻ്റെ 399 പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ 3 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള കിഡ്സിൻ്റെ. ഈ 3 കളേഴ്സും ഈ പറഞ്ഞ സൈസസിൽ അവൈലബിൾ ആണ്. 28, 30, 32, 34, 36 വരെ കിഡ്സിൻ്റെ അവൈലബിൾ ആണ്. അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ വലിയ ആൾക്കാരുടെയാണ്. അതും സൈസ് ചാർട്ട് വരുന്നത് മീഡിയം, ലാർജ് ഇല്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ലാർജ് ഞാൻ ഓർഡർ എടുക്കാൻ വിട്ടുപോയതാണോ എന്ന് അറിഞ്ഞൂടാ. ലാർജിൻ്റെ കേസില്ല. M, XL, 2XL, 3XL അങ്ങനെയുണ്ട് കേട്ടോ. L മിസ്സിങ് ആണ്. സ്റ്റോക്ക് വന്നതിൽ ചെക്ക് ചെയ്യാണ്ട് പോയതാണോ എന്താണെന്നറിയില്ല. L മിസ്സിങ് ആണ്. അപ്പോൾ അത് ഇത്രയും കളേഴ്സ് നമ്മുടെ ഈ പറഞ്ഞ ഇതിൽ കാണും. അത് 3XL ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ കേട്ടോ. 3XL സൈസസിൽ ബ്ലാക്കും വൈറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ കൂടുതൽ കളേഴ്സ് ഇനി കൊണ്ടുവരുന്നതാണ് കേട്ടോ. നിങ്ങൾ പറയുന്ന കളേഴ്സ് കൊണ്ടുവരാം. മീഡിയത്തിലൊക്കെ ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സും ഉണ്ട്. നമ്മുടെ ഈ വലിയവരുടെ പ്രൈസ് വന്നിട്ടുള്ളത് 499 ആണ് കേട്ടോ. 499 അതും ഇതുമാതിരി തന്നെ ലെങ്ത്ത് വരും. ഇപ്പം മീഡിയത്തിനാണെങ്കിൽ ഒരു 28, XL-നാണെങ്കിൽ ഒരു 30, പിന്നെ 30, 30.5 വരും. XL-നാണെങ്കിൽ ഒരു 31.5 ആ റേഞ്ചിലേക്ക് വരും കേട്ടോ. 3XL-നാണെങ്കിലും ഒരു 32 റേഞ്ചിലേക്ക് വരുന്ന പോലെയാണ് ലെങ്ത്ത് വരുന്നത്. നല്ല പക്കാ മെറ്റീരിയലാണ് വരുന്നത്. കാപ്രി ലെങ്ത്താണ്. നമുക്ക് ഒരെണ്ണം കയ്യിലുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഏതെങ്കിലും അങ്ങനത്തെ ഒരു ടൈപ്പ് കുർത്തിക്ക് ബ്ലാക്കോ വൈറ്റോ അല്ലെങ്കിൽ നേവി ബ്ലൂ ഒക്കെ നമ്മുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് മേടിക്കാം. 499 പ്രൈസ് വരുന്നത്. ഇത് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള കളറ് ബ്ലാക്കാണ്. പിന്നെ വന്നിട്ടുള്ള കളറ് ഈ സ്കിൻ ടോണിൽ വരുന്ന ഒരു കളറാണ്. പിന്നെ വന്നിട്ടുള്ളത് ഒരു റെഡിഷ് മെറൂണാണ് കേട്ടോ. അത്ര ഡാർക്കായിട്ടുള്ളൊരു മെറൂണല്ല, ഇത്തിരി തെളിഞ്ഞ പോലത്തെ മെറൂണാണ്. ഓൾമോസ്റ്റ് ഒരു റെഡ് കളറിൽ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വന്നിട്ടുള്ള ഈ സെയിം പേൾ വൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, പേൾ വൈറ്റ് എന്ന് തന്നെയാണ് ഇതിന് വരുന്നത്. നമ്മുടെ പേളിൻ്റെ കളറിന് എക്സാക്റ്റ് ഒരു വെള്ള കളർ അല്ലല്ലോ, ആ ഒരു കളറാണ് വരുന്നത്. 499 പ്രൈസ് വരുന്നത്. ഈ പറഞ്ഞ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മീഡിയം, XL, 2XL, 3XL. 3XL ബ്ലാക്കും വൈറ്റും മാത്രമേ ഉള്ളൂ. കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കളേഴ്സ് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഈ കൊണ്ടുവന്നിട്ടുള്ള കളേഴ്സിലും കൂടുതൽ എക്സ്ട്രാ കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് ക്രോഡീകരിച്ചിട്ട് നമുക്ക് ഓർഡർ എടുക്കണം. അപ്പോൾ കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഐറ്റംസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ബ്രാസും പാൻറ്റീസും ഒരുപാട് കളക്ഷൻസ് ഇനിയും കാണിക്കാനുണ്ട്. നമ്മൾ കുറച്ചേശ്ശെയായിട്ട് വീഡിയോ ഇടുന്നതാണ്. അപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇന്ന ഐറ്റത്തിൻ്റെ ചോദിക്കുകയാണെങ്കിൽ ആ വീഡിയോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ഡീറ്റെയിൽ അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണം, എന്നിലൂടെ നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് പറയാം. ഞാൻ ആ ഐറ്റംസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന കളക്ഷൻസൊക്കെ ലോഡിംഗ് ആണ്. നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കും. വീഡിയോസ് മിസ്സാവാണ്ട് തന്നെ എല്ലാവരും കാണാം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.